വീണ്ടും ഈ വീണെടുത്ത് കിടന്ന് ഉരുളാൻ നുണകൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അത്ര ചേരുമ നടപടിയല്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. ഇംഗ്ലീഷും മലയാളത്തിലും പറഞ്ഞ നുണയാണ്. മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ പറഞ്ഞതും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പതിവ് പോലെ തന്നെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുടെ ഒരു പരമ്പരയുടെ പ്രഖ്യാപനങ്ങളായിരുന്നു. അതിലൊന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ടാറ്റയുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞതും വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. ടാറ്റയുടെ പ്രതിനിധികൾ വന്ന് കണ്ടില്ല എന്നല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ വ്യവസായ മന്ത്രി ചിത്രം പുറത്തേക്ക് വിട്ടല്ലോ. ഈ കണ്ട ആളുകൾ കണ്ടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ കേരളം പ്രതീക്ഷിച്ചിരുന്നത്, ഞാൻ അത് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, പക്ഷേ ഇന്റർവ്യൂവിലൂടെ വന്നപ്പോൾ അത് ആ രൂപത്തിലായിപ്പോയതാണ്. ടാറ്റയുടെ ഒരു സബ്സിഡറി കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് അവരുമായിട്ട് MOU ഒപ്പുവെച്ചു, അത് നന്നായി പോകുന്നുണ്ട്, അവരുടെ ഒരു കേട്ടസി വിസിറ്റ് ആയിരുന്നു എന്ന് പറയുമെന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കേരളവും അങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. സംരംഭക സമൂഹവും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. കാരണം ടാറ്റയെ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നാടിന്റെ മുഖ്യമന്ത്രി ആകുമ്പോൾ ശ്രമിക്കില്ല എന്നാണ് കരുതിയിരുന്നത്. അദ്ദേഹം ഇന്ന് പറഞ്ഞത് ടാറ്റയുടെ പ്രതിനിധിയല്ല. അതാണ് ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൽ മലബാർ സിമന്റ്സിന് വേണ്ടി ഒപ്പുവെച്ച ആ ചിത്രവും ഞാൻ കാണിച്ചു തന്നു. അതേ CEO ആണ്. ആർസ്റ്റൺ എഞ്ചിനീയർ ലിമിറ്റഡ് എന്ന ഹൈദരാബാദ് കമ്പനി ടാറ്റയുടെ ഷെയർ ടേക്ക് ഓവർ ചെയ്തു. ടാറ്റയുടെ സബ്സിഡറിയാണ്. അവര് മലബാർ സിമന്റ്സുമായി MOU വെച്ചു. അതേ ആളാണ്, അതിന്റെ കൂടെ മലയാളി ഉണ്ട്, അവരുടെ കൂടെ ഇവിടെ സഹായിയായി നിൽക്കുന്നത്. അവരാണ് വ്യവസായ മന്ത്രിയെ കാണാൻ പോയി. ഞാൻ മനസ്സിലാക്കിയത് വ്യവസായ മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയെ കൂടി കണ്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രിയെ കണ്ടു. അവർ ഈ പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞു, നന്നായി പിരിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ പ്രൊജക്ടിൽ ഒരു തടസ്സവും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതിൽ MOU ഒപ്പുവെച്ചു. MOU ഒപ്പുവെച്ചതിന് ശേഷം ഗവൺമെന്റ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ സർക്കാർ ഉത്തരവിറക്കി. അതും ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് പങ്കുവച്ചിരുന്നു. അത് കഴിഞ്ഞ് പോർട്ട് ട്രസ്റ്റ് ഈ ലാൻഡിനേക്കാളും കുറെ കൂടി നല്ല ലാൻഡ് ഇവർ കണ്ടിരുന്നത് കായലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലാൻഡായിരിക്കും. ആ ലാൻഡ് വേണമെന്നുള്ള പോർട്ട് ട്രസ്റ്റിന്റെ ചെയർമാനുമായി എന്റെ ചേംബറിൽ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇരുന്ന് ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അംഗീകരിച്ചു. ആ ഉത്തരവും ഫെബ്രുവരിയിൽ ഇറങ്ങി. 27 ഫെബ്രുവരിയിൽ ഇറങ്ങി. 19 തീയതി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗവൺമെന്റ് ഉത്തരവിറങ്ങി. ആകെ ചെയ്യേണ്ടത് ഇത് വെറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകണം. പക്ഷെ അത് സാധാരണ നടപടിക്രമമായതുകൊണ്ട് ഞാൻ കൊച്ചിയിലെ പത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾ പോയാൽ ഐലൻഡിൽ ഈ സ്ഥലം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയിൽ നിന്ന്, അതാണ് മുഖ്യമന്ത്രിയായി പറയുന്നത്. അത് ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാ മേഖലയിൽ നിന്നാണ്. പക്ഷെ ആ 3 വാചകങ്ങളാണ്. ഒന്ന്, ടാറ്റ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു, വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് ദി ലാൻഡ്, 10,000 crores ഇൻവെസ്റ്റ്മെന്റ്. ഇതാണ് അദ്ദേഹത്തിന് 3 വാചകവും കണ്ടിന്യൂറ്റിയാണ്. വേറൊരു ആശയക്കുഴപ്പമുള്ള ഒരു വാചകം അതിനകത്ത് കയറിയിട്ടില്ല. വീണ്ടും ഈ വീണെടുത്ത് കിടന്ന് ഉരുളാൻ നുണകൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അത്ര ചേരുമ നടപടിയല്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. 2, വഖഫുമായി പറഞ്ഞ എല്ലാം നുണയാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ എങ്ങനെയാ ഇത്രയും ആധികാരികമായി പറയാൻ പറ്റൂ? ഇംഗ്ലീഷും മലയാളത്തിലും പറഞ്ഞ നുണയാണ്. മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ പറഞ്ഞതും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? വഖഫ് ആക്ടുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി തള്ളിയല്ലോ, ബൈൻഡിങ് ആയി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് കേസാ സുപ്രീം കോടതി തള്ളിയേക്കണേ? സുപ്രീം കോടതി സ്റ്റേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റേ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു, BJPക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് പറയാം. ഇത് സുപ്രീം കോടതി കൺസിഡർ ചെയ്യാൻ പോവല്ലേ? ഡേറ്റ് ഇട്ടിട്ട് പോലും ഇല്ല. കേരളം ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഗവൺമെന്റ് അതിൽ കക്ഷിയാകാൻ വേണ്ടി നമ്മൾ അപേക്ഷ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആ കേരളം നൽകിയതിനകത്ത് 12ാമത്തെ പാരഗ്രാഫ് ക്രിസ്റ്റലി ക്ലിയർ ആണ്. അതിൽ നമ്മൾ 3 ഭാഗം പറഞ്ഞു. വഖഫ് എന്നുള്ളത് ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അത് കൈകാര്യം ചെയ്യുന്നതിൽ അമുസ്ലിമുകൾക്ക് അവിടെ ഉൾപ്പെടുത്തുന്നത് യുക്തിരഹിതമാണ്. 2, ഭരണഘടന 14, 25, 26 വിരുദ്ധമാണ്, മൗലികാവകാശങ്ങൾ വിരുദ്ധമാണ്. 3, ഈ 14 വെച്ച് പോവുകയാണെങ്കിൽ വേണമെങ്കിൽ മുസ്ലിം മൈനോറിറ്റിയുമാകാം ഈ ബോർഡിനകത്ത്. ഇത് പൊസിഷൻ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് കേരളം. ഗവൺമെന്റ് കണ്ടിന്യൂറ്റി ആണല്ലോ. ആ ഗവൺമെന്റിന്റെ കേസ് കോടതിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ കേസ് തള്ളി എന്ന് മുഖ്യമന്ത്രി ആധികാരികമായി പറയുമ്പോൾ എവിടെ ഈ കേരളത്തിൽ ഇപ്പൊ എന്താ നടക്കുന്നത്? ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പ്രശ്നങ്ങളെ കാണേണ്ടത്? അദ്ദേഹത്തിന്റെ ഓഫീസ് ഒന്നും നോക്കുന്നില്ലേ? ഈ കേസ് ഇപ്പോഴും ഉണ്ട്, അതിന്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല, ഗൗരവമായ പ്രശ്നമാണ്.